ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് വീണ്ടും നിങ്ങളുടെ ഇടയിൽ വചനവുമായി നിൽപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവവചനമായിട്ട് കർത്താവ് അയക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കർത്താവ് തരുന്ന ദൂതുകള്, കർത്താവ് തരുന്ന വചനം ഷെയർ ചെയ്യുമ്പോൾ വലിയ സന്തോഷമാണ്. ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. തേജസ്സിന്റെ സുവിശേഷമാണ്. തേജസ്സിന്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ ഗ്ലോറിയസ് ഗോസ്പൽ. നമ്മൾ ഓർക്കും ഞാൻ സുവിശേഷം കേട്ടല്ലോ, എന്നാൽ കുറച്ചും കൂടെ ആഴത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ഗ്രഹിപ്പിച്ചു തരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് നമ്മൾ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ദിവസത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഇന്ന് പ്രാരംഭം മുതൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഇറങ്ങി നിന്നതിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും അങ്ങേ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ കർത്താവെ, ദിനംതോറും ഞങ്ങളുടെ കൃപ പുതിയെന്ന് വചനത്തിൽ പറയുന്ന കൃപ ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. ഇന്ന് അല്പനേരം ഞങ്ങൾ വചനവുമായി ഞങ്ങളുടെ സന്ധിയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വചനം ഗ്രഹിപ്പിച്ചു തരണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അങ്ങേക്കല്ലാതെ ഞങ്ങളെ വചനത്തിന്റെ ആഴങ്ങളെ ഗ്രഹിപ്പിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഹൃദയ കണ്ണുകൾ പ്രകാശിക്കണം. ഞങ്ങളുടെ വിളിയുടെ ആശയം എന്നാന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. ബലത്തിൻ വല്ലഭത്വത്തിൻ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി എന്തെന്ന്, എക്സീഡിങ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ ഞങ്ങൾക്ക് ഇന്ന് റിവീൽ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ഇന്ന് വചനത്തിലേക്ക് കടക്കുമ്പം ഇന്ന് കൂടുതൽ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ആരെങ്കിലും റോമർക്ക് എഴുതിയ ലേഖനം എടുത്ത് അങ്ങനെ വെച്ചാൽ നല്ലതായിരിക്കും വായിക്കാൻ വേഗത്തില്. റോമർക്ക് എഴുതിയ ലേഖനം നമുക്ക് ആദ്യം വായിക്കുന്ന വചനം, റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 29 മുതൽ 30 വരെയുള്ള വചനം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. അവൻ മുന്നേ അറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിനെ അവന്റെ സ്വരൂപത്തോടെ അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. ഇന്ന് നമ്മുടെ രക്ഷയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് രക്ഷ 3 സ്റ്റേജിലാണ് ഉള്ളത്. 3 സ്റ്റേജ് ഉണ്ട് രക്ഷയ്ക്ക്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ വചനത്തിൽ 29 പറയുന്നു, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇവിടെ വചനം പറയാ, അവൻ നമ്മെ മുന്നേ തന്നെ വിളിച്ച് കർത്താവ് തീരുമാനിച്ച് തെരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ. അവൻ മുന്നറിഞ്ഞവരെ ഒന്ന് പറഞ്ഞു, എന്നെ നേരത്തെ, ഹല്ലേലൂയ, ലോകസ്ഥാപനത്തിന് മുന്നേ, ഹല്ലേലൂയ, എന്നെയും നിങ്ങളെയും കണ്ട ഒരു ദൈവമാ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഇന്ന് ഇവിടെ എടുത്തു പറയേണ്ട ഈ വചനത്തിലെ ഒരു കാര്യം, തന്റെ പുത്രനെ പോലെ ആകുവാൻ, ലൈക്നെസ് ഓഫ് ജീസസ് നമ്മളിൽ വരുവാനാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. നമ്മൾ ഒരു കാര്യം വ്യക്തമായി ഗ്രഹിക്കണം. ദൈവരാജ്യത്തിൽ വരുമ്പോൾ എന്തിനാ കർത്താവ് നമ്മളെ വിളിച്ചത്, എന്തിനാ നമ്മളെ തെരഞ്ഞെടുത്തത് എന്നൊക്കെ അറിയത്തില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനെ പാട്ടും പാടി വട്ടം കറങ്ങി ഇങ്ങനെ ഹല്ലേലൂയ പറഞ്ഞു നടക്കത്തേ ഉള്ളൂ. എന്നാൽ ഇവിടെ വെളിപ്പാടുണ്ടാകണം, റെവലേഷൻ നമുക്കുണ്ടാകണം. വചനം വെളിപ്പാടില്ലാതെ ജനം നശിച്ചു പോകും. ഇവിടെ പറയാ, ദൈവം അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ യേശുവിനെ പോലെ ആകുവാൻ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒന്ന് പറഞ്ഞു, എന്നെ യേശുവിനെ പോലെ ആകാനാ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ലൈക്നെസ് ഓഫ് ജീസസ് എന്നിൽ വരുവാനാണ് പിതാവ് എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തതെന്ന് ഇവിടെ പറയുന്നു. എന്നാൽ 30-ാമത്തെ വചനം പറയുന്നു, മുൻ നിയമിച്ചവരെ അവൻ വിളിച്ചു, വിളിച്ചവരെ അവൻ നീതീകരിച്ചു, നീതീകരിച്ചവരെ അവൻ തേജസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. 3 സ്റ്റേജാ. മുന്നേ വിളിച്ചു. ഇങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു, ഓരോ മനുഷ്യരെയും, ഞാൻ ഇന്ന മതം ഇന്ന ഇതൊന്നും പറയുന്നില്ല. പാഴ്സി ആയിക്കോട്ടെ, ജെയിൻ ആയിക്കോട്ടെ, ഗുജറാത്തി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, ഒരു വ്യക്തി തെരഞ്ഞെടുക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ, വിളിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ലോകസ്ഥാപനത്തിന് പിതാവ് തീരുമാനിച്ചു മുന്നേ നിയമിച്ചു വെച്ചിരിക്കുന്നവരാണ് നമ്മൾ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ സ്ക്രീനിൽ ഇരിക്കുന്ന നിങ്ങളും ഞാനും ഒരു ദിവസം കൊണ്ടല്ല, നേരത്തെ തന്നെ മുന്നേ തന്നെ ദൈവം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രീ
പാലസ്റ്റൈൻ്റെ നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്ന സെമീന അഷ്റഫ് ഇങ്ങനെ വരണം, എന്റെ പുത്രനിൽ വിശ്വസിക്കണം, ഒരു ഇന്ന കുടുംബത്തിൽ ജനിക്കണം, ഇന്ന ഡേറ്റിൽ ജനിക്കണം, ഹല്ലേലൂയ, ഇന്ന വർഷം ഈ യേശുവിനെ അറിയണം, ഈ കർത്താവിനെ സ്വീകരിക്കണം എന്നെല്ലാം ലോക സ്ഥാപനത്തിന് മുന്നേ തെരഞ്ഞെടുത്ത് വെച്ചത്. അയ്യോ, ഇതെങ്ങനെ സിസ്റ്റർ എങ്ങനെ വിശ്വാസി വന്നെന്ന് വെച്ചാൽ വലിയ അത്ഭുതമില്ല. കാരണം സ്വർഗത്തിലെ ദൈവം മുന്നേ നിയമിച്ച് തീരുമാനിച്ച് ഞാൻ ഈ ക്രിസ്തുവിനെ അറിയണമെന്നും നിങ്ങൾ അറിയണമെന്നും ഈ പുത്രനെ നമ്മൾ വിശ്വസിച്ച് അല്ലെങ്കിൽ പുത്രനെ പോലെ നിങ്ങൾ ഞാനും ആകണമെന്ന് ദൈവം മുന്നേ തീരുമാനിച്ചിരുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ, സന്തോഷം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെ പറയാം, മുൻ നിയമിച്ചവരെ അവൻ വിളിച്ചു. മുന്നേ നിയമിച്ച ഓരോരുത്തരെ ഇങ്ങനെ കൊണ്ട് വിളിക്കുക കർത്താവ്. തക്ക സമയത്ത് സുവിശേഷം തരുന്നു, തക്ക സമയത്ത് വ്യക്തികളെ അയക്കുന്നു. കർത്താവ് TV കൂടെ ചിലപ്പോൾ സുവിശേഷം കേൾക്കുന്നു, ബൈബിള് വീട്ടിൽ വന്നായിരിക്കാം. അങ്ങനെ ഹൃദയം തുറക്കപ്പെട്ടവരാണ് നിങ്ങൾ ഞാൻ. അതുകൊണ്ട് പറയാം, മുൻ നിയമിച്ചവരെ വിളിച്ചു, എന്നെ വിളിച്ചു, പിന്നെ എന്നെ ചെയ്തു, നീതീകരിച്ചു. എങ്ങനെ നീതീകരിച്ചേ? തന്റെ പുത്രനിൽ വിശ്വസിച്ചപ്പോൾ, തന്റെ പുത്രന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചപ്പോൾ എന്റെ പാപം ക്ഷമിക്കപ്പെട്ട് ഞാൻ നീതീകരിക്കപ്പെട്ടു. എന്നിട്ട് പറയാം, നീതീകരിക്കപ്പെട്ട ഞാൻ ഇനി തേജസ്സിലേക്ക് നടത്തപ്പെട്ടോണ്ടിരിക്കുക. ഹല്ലേലൂയ. അത് തേജസ്കരിക്കപ്പെട്ടിട്ടില്ല. തേജസ്കരിക്കപ്പെട്ടെങ്കിൽ ഇങ്ങനെ വല്ല ആണോ? ഹല്ലേലൂയ. തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുക. ഒരു വൺ ഡേ പ്രോസസ് അല്ല. ഹല്ലേലൂയ. ഒരു വ്യക്തി യേശുവിനെ കർത്താവിന്റെ ഇഷ്ടമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് വീണ്ടും ജനിച്ച് പുതിയ ആത്മാവായി തീരുന്നെങ്കിലും ഈ ശരീരം പുതിയതായിട്ടില്ല. കാരണം ഈ ശരീരത്തിൽ നിന്ന് ഇപ്പോഴും പാപം പുറപ്പെടുന്ന ഒരു ശരീരമാണ്. എത്ര ശ്രമിച്ചാലും ശരിയാകുന്നില്ല. പക്ഷേ ഇവിടെ വചനം പറയാം, മുന്നേ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. എത്ര പേർക്ക് ആ തേജസ്സിലേക്ക് കടക്കണം? ഓ, അതുകൊണ്ടാ വചനം പറഞ്ഞേ, അല്ലെങ്കിൽ ഈ സുവിശേഷം, തേജസ്സിന്റെ സുവിശേഷം, അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിളങ്ങി നമ്മൾ ഗ്രഹിക്കണം ഈ സുവിശേഷം. ഹല്ലേലൂയ. എന്നാൽ അടുത്ത വചനം വായിക്കാം, റോമർ 8:30. ഇനി വായിക്കേണ്ട വചനം എഫേഷ്യൻസ് 2:1-3 വരെ. ഞാൻ പറയുന്ന വചനം മാത്രം വായിച്ചാൽ മതി, 1 തൊട്ട് 3 വരെ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവന് ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ ആദ്യം നമ്മൾ റോമർ 8 വായിച്ചു. അവൻ മുന്നേ നിയമിച്ച നിങ്ങളെ എന്നെ വിളിച്ച് തന്റെ പുത്രനോട് അനുരൂപപ്പെടുവാൻ വിളിച്ചു. വിളിച്ച് എന്നെ നിങ്ങളെ നീതീകരിച്ചു. നീതീകരിച്ച് എന്നെ നിങ്ങളെയും തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുക എന്ന് വായിച്ചു. എന്നാൽ നീ വിളിക്കപ്പെട്ട നിങ്ങൾ ഞാനും അറിയണം, നേരത്തെ നമ്മുടെ സ്റ്റേജ് എന്നായിരുന്നെന്ന്. നേരത്തെ സ്റ്റേജ് ആണ് ഇവിടെ പറയുന്നത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങൾ. അപ്പൊ എങ്ങനെ നമ്മൾ മരിച്ചവരായിരുന്നു? അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായിരുന്നു നമ്മൾ. ഇവിടെ വചനം പറയാം, അതിക്രമത്തിലും പാപത്തിലും മരിച്ച നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എങ്ങനെയായിരുന്നു? ഡെഡ് ഇൻ ട്രസ്പാസസ് ആയിരുന്നു. നമ്മൾ പാപം കാരണം മരണപ്പെട്ട ഒരാത്മാവിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. നമ്മുടെ അകത്ത് മനോവികാരം, നമ്മുടെ മനസ്സിൽ തോന്നിയ പോലെ, നമ്മുടെ ഹൃദയത്തിൽ തോന്നിയ പോലെ, നമ്മുടെ ചിന്തയിൽ തോന്നിയ പോലെ ലോകത്തിന്റെ ഒഴുക്കിലാണ് ജീവിച്ചിരുന്നത്. എങ്ങനെ ജീവിച്ചിരുന്നത്? ലോകത്തിന്റെ ഒഴുക്ക്. ലോകം എങ്ങനെയാണോ ജീവിക്കുന്നത്, മനസ്സിൽ ചിന്തിക്കുന്നത്, മനസ്സിന്റെ വികാരം അനുസരിച്ച്, ഫീൽ ചെയ്യുന്ന അനുസരിച്ച് പാപത്തിൽ ജീവിച്ച്, ലോകത്തിലെ അതിക്രമത്തിൽ മരിച്ച്, പാപത്തിൽ മരിച്ച് ജീവിച്ചവരായിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട നമ്മള് നേരത്തെ എവിടെ ആയിരുന്നെന്ന് അറിഞ്ഞാലേ ഉള്ളൂ ഇനി അങ്ങോട്ട് കേൾക്കുന്ന വചനത്തിൽ സന്തോഷം വരത്തുള്ളൂ. ഇവിടെ വചനം പറയാം, അതിക്രമത്താലും പാപത്താലും മരിച്ചവരായിരുന്നു നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന. അപ്പൊ രക്ഷിക്കപ്പെടാത്ത, തെരഞ്ഞെടുക്കപ്പെട്ട് ഇപ്പോഴും ഈ സുവിശേഷം കേൾക്കാത്തവരിൽ ഇപ്പോഴും വ്യാപരിക്കുന്ന ഏത് ആത്മാവാ? ഈ അനുസരണക്കേടിന്റെ ആത്മാവാണ് വ്യാപരിക്കുന്നത്. അപ്പോൾ അനുസരണക്കേടിന്റെ ഈ ആത്മാവിനെയും അനുസരിച്ച് നടന്നു. എന്നിട്ട് എങ്ങനെ? അവരുടെ ഇടയിൽ നാമും എല്ലാവരും മുമ്പേ ജഡത്തിന്റെ മോഹം, ഫ്ലഷിന്റെ മോഹം, ശരീരത്തിന്റെ മോഹം വെച്ചാൽ ആ ഫ്ലഷിൽ നിന്ന് വരുന്ന പാപം ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരുന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരത്തിനും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു.
അപ്പൊ നേരത്തെ നമ്മൾ ആരായിരുന്നു? കോപത്തിന്റെ മക്കളായിരുന്നു. അല്ല, ആകാശത്തിലെ അധിപതി തന്നെ. നമുക്ക് ബൈബിളിൽ വായിക്കുമ്പോ അറിയാം, ദൂതന്മാർ അല്ലേ, ദൈവത്തിന്റെ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാർ ആകാശത്ത് നിന്ന് വെട്ടേറ്റ് വീഴുമ്പോ പകുതി ആകാശത്തിൽ തന്നെ നിൽക്കുന്നു എന്നൊക്കെ പറയും. അതുകൊണ്ട് ആകാശത്തിലെ അധികാരങ്ങൾ, ആകാശത്തിലെ അനുസരണക്കാരന്റെ ആത്മാവ് എന്നൊക്കെ പറയുമ്പോൾ ഈ ദൂതഘടകം മുഴുവൻ ഭൂമി വന്ന് പതിച്ചില്ല, കുറച്ച് ആകാശത്തിലാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്ന ആകാശത്തിന്റെ അധികാരം പ്രിൻസ് ഓഫ് ദ എയർ, പ്രിൻസ് ഓഫ് ദ എയർ. അല്ലെങ്കിൽ മനസ്സിലാക്കണം, ഇങ്ങനെ അനുസരണക്കേടിന്റെ, ഡിസൊബീഡിയൻസിന്റെ സ്പിരിറ്റിനാൽ നയിക്കപ്പെട്ടവരായിരുന്നു നമ്മൾ. നേരത്തെ നമ്മുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവല്ലായിരുന്നു, മരണപ്പെട്ട ആത്മാവായിരുന്നു. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട, നീതീകരിക്കപ്പെട്ട, തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിലെ നിങ്ങൾ ഞാനും അറിയണം, നിങ്ങൾ ഞാനും നേരത്തെ എവിടെയായിരുന്നത്? എഫേഷ്യർ അത് നമ്മളെ പ്രൂവ് ചെയ്ത് കാണിക്കുക. നിങ്ങൾ നേരത്തെ ലോകത്തിന്റെ ഇഷ്ടത്തിലാണ് നടന്നിരുന്നത്. എന്നാൽ അടുത്ത വചനം വായിക്കാം, റോമർ 5. ഞാൻ വായിക്കാം, റോമർ 5:12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. എങ്ങനെ? ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പോൾ റോമർ 5:12 ഇവിടെ പറയുകയാണ്, ഏക മനുഷ്യൻ ആദാം പാപം ചെയ്തതോടെ എല്ലാ മനുഷ്യരിലേക്കും ഇങ്ങനെ എഴുതിയേക്കുന്ന, as by one man sin entered into the world and death by sin, and so death passed up upon all men. അല്ലെങ്കിൽ എല്ലാ മനുഷ്യരിലേക്കും ഈ ഒരു ആദാം പാപം ചെയ്തപ്പോൾ മാനവരാശി മുഴുവൻ പാപത്തിലേക്ക് വീഴപ്പെട്ടു. ഈ പാപത്തിൽ വീണപ്പെട്ടപ്പോൾ ഇവിടെ പറയുവാണ്, മനുഷ്യന്റെ മേൽ മരണം സംഭവിച്ചു. എന്നാ മരണം സംഭവിച്ചേ? ഏദനിൽ ആദാം പാപം ചെയ്തപ്പോൾ ആത്മീയ മരണമാ സംഭവിച്ചത്. അവരുടെ സ്പിരിറ്റ് അലൈവായിരുന്നു, ആത്മീയ മനുഷ്യരായിരുന്നു, അവർ ദൈവത്തോട് അനുരൂപപ്പെട്ടവരായിരുന്നു, ദൈവിക സ്വഭാവമായിരുന്നു. അവരിൽ പാപം വസിച്ചിരുന്നില്ല, നന്മ തിന്മയൊന്നും അവർക്ക് അറിയത്തില്ലായിരുന്നു, നല്ലത് മാത്രമേ അറിയത്തുള്ളായിരുന്നു. പക്ഷെ അങ്ങനെ ഇരുന്ന ആദാം പാപം ചെയ്തപ്പോൾ മനുഷ്യരിലേക്ക് പാപം വന്നു കയറി. വീണ്ടും ഞാൻ ഈ 3 വചനം ഒന്നുകൂടെ ക്ലിയർ ചെയ്തു പോവാ. നമ്മളെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു, പാപം ക്ഷമിക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു, തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ ഈ വിളിക്കപ്പെട്ട നമ്മളെ എഫേഷ്യൻസ് പറയുന്നു, അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായിരുന്നു, മനോവികാരത്തിനനുസരിച്ച് നടക്കുമായിരുന്നു, ജഡത്തിന്റെ ഇഷ്ടം, എനിക്ക് എന്നാ തോന്നുന്നു അതുപോലെ ഞാൻ ചെയ്യുക, എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിച്ചിരുന്നു. എന്നാൽ ഇവിടെ പറയും, എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാര്യമെന്നാ പറയുന്നത്? ആദാം പാപം ചെയ്തത് കൊണ്ട് ഹോൾ വേൾഡ് പാപത്തിലേക്ക് വീണു. മുഴുവൻ മാനവരാശിയും, ആദാമിന്റെ സന്തതിയായ മുഴുവൻ ജനം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ലോകത്തിൽ കാണുന്ന അനേക ജാതികൾ, നമ്മളല്ലേ ഈ ജാതിയൊക്കെ പറഞ്ഞിങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ദൈവം നോക്കുമ്പം ആദാമിന്റെ സന്തതിയാ മുഴുവൻ. റോമർ 7:22 മുതൽ 24 വരെ ആരെങ്കിലും ഒന്ന് വായിച്ചെന്നെ ഒന്ന് സഹായിച്ചേട്ടെ. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അതെന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഹല്ലേലൂയ. ഇവിടെ റോമർ 7:22 മുതൽ 24 വരെ വായിക്കും, പറയാം, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എനിക്ക് വലിയ ഇഷ്ടമാ ദൈവത്തിന്റെ ന്യായപ്രമാണം. എനിക്ക് ഇഷ്ടമാണ്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആത്മാവോടെ ഒക്കെ സ്നേഹിക്കണം, കൂട്ടുകാരനെ സ്നേഹിക്കണം, എല്ലാം ന്യായപ്രമാണം. എന്റെ ഉള്ളം കൊണ്ട് ഞാൻ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. ഹല്ലേലൂയ. അതെന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബന്ധനാക്കി കളയുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. അയ്യോ, ഇങ്ങനെ അപ്പോസ്തലൻ നിലവിളിക്കുക, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? യേശുവിനെ പോലെ ആകാൻ വിളിച്ചു, ആയിരുന്നെന്ന് മനസ്സിലായി, ആദാം കാരണം ആ പാപം നമ്മൾ ഈ വന്നതെന്നും മനസ്സിലായി. എന്നാൽ ഇവിടെ പറയുവാണ്, നമുക്ക് ന്യായപ്രമാണം ഇഷ്ടമാ, ചെയ്യാൻ ഇഷ്ടമാ, നല്ല നല്ല കൽപ്പനകളൊക്കെ ഇഷ്ടമാ, പക്ഷെ ഇതിലൊക്കെ എനിക്ക് സന്തോഷാ കേൾക്കുമ്പം. പക്ഷെ ഇത് ചെയ്യാതിരിക്കാൻ തക്കവണ്ണം എന്റെ ശരീരത്തിൽ നിന്ന് ഒരു പാപത്തിന്റെ പ്രമാണം എങ്ങനെ പുറപ്പെട്ടുവെന്ന് എന്നെ കൊണ്ട് അത് ചെയ്യിച്ചിട്ട് ദൈവകൽപ്പന ചെയ്യാതിരിക്കാൻ തക്കവണ്ണം എന്നെ ബദ്ധനാക്കി കളയുക. ഹല്ലേലൂയ. എന്തിനാ ഇത് പറയുന്നേ? എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് നന്മ ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാ? ആദാമ്യ പാപം എന്നിൽ വസിക്കുന്നത് കൊണ്ടാ.
ഹല്ലേലൂയ. എന്നാൽ ആദാമി പാപം എന്നിൽ വസിച്ചിട്ട് ഞാൻ ദൈവത്തിന്റെ വചനം ചെയ്യാൻ എന്റെ ആത്മാവിൽ ഇഷ്ടപ്പെടുന്നു, സന്തോഷിക്കുന്നു, അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും ഇങ്ങനെ എനിക്ക് സ്നേഹിക്കണമെന്ന് മനസ്സിലായി. എല്ലാവരെയും സ്നേഹിക്കണം. പക്ഷേ എന്റെ അകത്തുനിന്ന് ജഡം പറയും, അയ്യോ അവനെ അങ്ങനെ ഒന്നും സ്നേഹിക്കരുത്, കാരണം നിന്നെ ഇന്നാൾ ഉപദ്രവിച്ചല്ലേ. ഹല്ലേലൂയ. ഇങ്ങനെ ദൈവത്തിന്റെ പ്രമാണത്തിൽ സന്തോഷിക്കും, സ്നേഹിക്കണം എന്ന് മനസ്സിലാവും. പക്ഷെ അറിയാതിരുന്ന്, ജഡത്തിലിരുന്ന് അറിയാതെ മനുഷ്യനെ വിധിച്ചു പോവുക. അറിയാതെ വായിന്ന് ആഗ്രഹമില്ല ചെയ്യാൻ. നമുക്ക് വല്ല ആഗ്രഹമുണ്ടോ തെറ്റ് ചെയ്യാൻ? നമുക്കൊന്നും വലിയ ആഗ്രഹമില്ല. പക്ഷെ എല്ലാരെയും വിധിക്കരുതെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അറിയാതെ അങ്ങ് വാഗൊണ്ട് പറഞ്ഞു പോവുക. എന്തുകൊണ്ടാ ഇങ്ങനെ ഈ പാപം വരുന്നത്? ഇങ്ങനെ എന്തുകൊണ്ടാ വരുന്നത്? അപ്പോസ്തലൻ പറയാ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന്റെ ഈ മരണത്തിന് അധീനമായ ഈ ശരീരം മരണം പുറപ്പെടുവിക്കുക. ഈ പാപം വരുമ്പോ എന്നാ സംഭവിക്കുന്നത്? എന്നിൽ മരണം ഉണ്ടാവും എന്ന് ഓർത്ത് വയ്ക്കേ. ഒരു വേണ്ടാത്ത കുറെ കാര്യങ്ങൾ ഇരുന്ന് പറഞ്ഞു കഴിയുമ്പോ കുറച്ച് ഭയങ്കര ക്ഷീണമായിരിക്കും, ഭയങ്കര തളർച്ചയായിരിക്കും. ഹല്ലേലൂയ. അപ്പം അടുത്ത വചനം വായിക്കാം. റോമർ 4:23-25, 23 തൊട്ട് 25 വരെ. 4:23 തൊട്ട് 25 വരെ. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ എന്തിനാ കർത്താവ് നമുക്ക് വേണ്ടിയാ ജീവനെ കൊടുത്തത്, യാഗമായത് നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. നമ്മളെ വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാൻ, നമ്മളെ ഈ പാപത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മളെ ഈ പാപത്തിന്റെ അധീനമായ ശരീരത്തിൽ നിന്ന് വിടുവിക്കാൻ തന്റെ ശരീരത്താൽ തന്റെ ജീവനെ കൊടുത്ത്, മറുവിലയായി കൊടുത്ത് നമ്മളെ വീണ്ടെടുക്കുക. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വചനം ആദ്യം ഞാൻ പറഞ്ഞു, കർത്താവ് നമ്മളെ മുന്നേ നിയമിച്ച് വിളിച്ചെടുത്തതാ. വിളിച്ചെടുത്ത് നമ്മളെ നീതീകരിച്ചു, തേജസ്സിലേക്ക് നടത്തി. ഈ തേജസ്സിലേക്ക് നടത്തപ്പെട്ട ഞാൻ എന്നെ ചെയ്തു? എനിക്ക് മനസ്സിലായി, ഞാൻ നേരത്തെ കടന്ന അവസ്ഥ വളരെ അതിക്രമത്തിലും പാപത്തിലുമായിരുന്നു. എന്നാൽ ആ അതിക്രമത്തിലും പാപത്തിലും ഞാൻ കിടക്കാൻ കാര്യമല്ല, ആദാം ഏദനിൽ പാപം ചെയ്തുകൊണ്ടാ, ദൈവ തേജസ്സിൽ ഞാൻ വീണുപോയത് കൊണ്ടാ. എനിക്ക് ദൈവത്തിന്റെ, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, യഹോവയുടെ ന്യായപ്രമാണത്തിൽ ഞാൻ സന്തോഷിക്കുന്നെങ്കിലും, ഉള്ളം കൊണ്ട് സന്തോഷിക്കുന്നെങ്കിലും എന്റെ ജഡം പാപശരീരമായതുകൊണ്ട് വീണ്ടും ഈ പാപം പുറപ്പെട്ടു വന്നിട്ട് എനിക്ക് നന്മ ചെയ്യാൻ പറ്റുന്നില്ല. നന്മ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഞാൻ നിലവിളിക്കുക, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? അതുകൊണ്ട് ഇവിടെ റോമർ 4:23 പറയാം, now it was not written for his sake alone that it was imputed to him, but also for us it shall be imputed to us who believe in him who raised up Jesus our Lord from the dead. മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് ഇവിടെ വചനം, who was delivered up because of our offenses. നമ്മുടെ അതിക്രമത്തിൽ നിന്ന് വിടുവിക്കാൻ യേശു ക്രൂശിൽ യാഗമായി. യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ് ഇന്ന് നമ്മളെ ഉയർപ്പിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് എന്നെയും ഉയർപ്പിക്കും. എന്നാൽ വേഗത്തിൽ വായിക്കാം. 1 കൊരിന്ത്യർ 15:17 തൊട്ട് 18 വരെ. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. മരിച്ചവരെ ഉയർക്കുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാ. ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം, കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ ഭരിച്ച് കല്ലറയ്ക്കകത്ത് അടക്കപ്പെട്ട് തീർന്നു പോയിരുന്നെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് വ്യർത്ഥമായി പോയനെ. പക്ഷേ അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെങ്കിൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും അത് ദൈവശക്തിയാകുന്നു. അപ്പം ഇവിടെ പറയുവാണ്, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. എന്തുവാ? ഇതിനു മുന്നേ വായിച്ച വചനം പറയുവാണ്, നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ അതിക്രമത്തിന് വേണ്ടി അവൻ മരിച്ചെന്നും അവൻ നമ്മളെ ഈ പാപ ശരീരത്തിൽ നിന്ന് ഉയർപ്പിക്കുമെന്നും നമ്മൾ വിശ്വസിക്കുക. ആണോ? അല്ലെ? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ ആത്മാവിനെ ഉയർപ്പിച്ചതുപോലെ എന്റെ ഈ പാപം പുറപ്പെടുവിക്കുന്ന ഈ ശരീരത്തെ കർത്താവ് തേജസ്സിലേക്ക് നടത്തും. എന്നെ ക്രിസ്തുവിന്റെ മരണം എന്റെ ശരീരത്തിൽ വഹിച്ച് ഞാൻ കഷ്ടം സഹിച്ച് ഈ രാജ്യത്ത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ജീവിക്കുമ്പോൾ ഈ പാപത്തിൽ നിന്ന് ഞാൻ ജയിക്കും. ഹല്ലേലൂയ. ഇത് ജയിക്കുമെന്നുള്ളതിന്റെ ഉറപ്പ് എന്നാന്നറിയോ? കർത്താവ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്നുള്ളതുകൊണ്ടാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മുടെ ഈ വിശ്വാസം വ്യർത്ഥം. ഏത്? ഈ മുന്നേ പറഞ്ഞ വിശ്വാസം. ഹല്ലേലൂയ. who was delivered up because of our offenses and was raised because of our justification. യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ് എന്നിൽ വസിക്കുന്നത് കൊണ്ട് എന്റെ ശരീരത്തെയും അവൻ ജീവിപ്പിക്കുമെന്ന്.
ഹല്ലേലൂയ. ശരീരം ജീവൻ പ്രാപിക്കണ്ടേ? ഈ ശരീരം ജീവൻ പ്രാപിച്ചില്ലെങ്കിൽ ദൈവരാജ്യ അവകാശത്തിൽ ആക്കത്തില്ലെന്നുള്ള വചനമൊക്കെ ഞാൻ ഇന്ന് എടുത്ത് പ്രൂവ് ചെയ്തു തരാം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുവാണ്, കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാ. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, എന്റെ പാപത്തിന് വേണ്ടി, എന്റെ ശാപത്തിന് വേണ്ടി എന്റെ കർത്താവ് മരിച്ചത്, എന്റെ കർത്താവ് എന്റെ ജീവിതത്തിലേക്ക് വരണം, എന്റെ പാപം കഴുകണം, എന്നെ വീണ്ടെടുക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ എന്റെ ആത്മാവ് മാത്രം വീണ്ടെടുക്കാനല്ല കർത്താവ് മരിച്ചത്, എന്റെ ശരീരവും കൂടെ വീണ്ടെടുക്കാനാ കർത്താവ് മരിച്ചത്. ഹല്ലേലൂയ. അപ്പൊ ഈ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് എന്നെ വിടുവിക്കാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് അപ്പോസ്തലൻ അവിടെ പറയുന്നുണ്ട്, യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയമുണ്ട്. ഒന്ന് പറഞ്ഞു, യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ജയമുണ്ട്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ വളരെ ഇച്ചിരി കട്ടിയായിട്ടൊക്കെ തോന്നും. നമ്മൾ ഇനിയും പാല് കുടിച്ചോണ്ടിരിക്കാനുള്ളവരല്ലല്ലോ, കട്ടിയായിട്ടുള്ളവല്ലോ കഴിക്കണ്ടേ. ഹല്ലേലൂയ. എന്നും നമ്മൾ വിടുതൽ കിട്ടും, അയ്യോ പ്രാർത്ഥിക്കുമ്പോ സൗഖ്യം കിട്ടും, രോഗി സൗഖ്യമാകും, നിനക്ക് ജോലി കിട്ടും, ഇത് കേട്ടോണ്ടിരിക്കുമ്പോ ഇത് പറയാൻ എനിക്ക് ഇനി സമയമില്ല. കാരണം കർത്താവ് എന്നോട് പറഞ്ഞു ഈ സുവിശേഷമാ പറയേണ്ടത്. ഹല്ലേലൂയ. തേജസ്സിന്റെ സുവിശേഷം കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല. കാരണം തേജസ്സിന്റെ സുവിശേഷം ലോകത്തിൽ നടക്കുന്നവർക്ക് ഇഷ്ടമല്ല. കാരണം ഇത് ആത്മാവിൽ ഗ്രഹിക്കപ്പെടുന്നവരാ, ആത്മീയമായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിലെ കുറച്ച് കാര്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഇത് പ്രാപിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ലോകത്തിന്റെ, അതായത് എനിക്ക് എങ്ങനെയെങ്കിലും തിന്നണം, കുടിക്കണം, ഉടുക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ലോകത്ത് ഇച്ചിരി പൈസയൊക്കെ ഉണ്ടാക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഇങ്ങനെ കഴിയണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന വെറും ജഡീകനാണ്. എന്നാൽ ആത്മീയനെ കുറിച്ച് പറയാം, അവൻ ഫസ്റ്റ് സീക്ക് ഹിസ് കിങ്ഡം ആൻഡ് റൈറ്റ്യസ്നെസ്, അവൻ ദൈവരാജ്യം അന്വേഷിക്കും, നീതി അന്വേഷിക്കും, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അന്വേഷിക്കും, ദൈവത്തിന്റെ സമാധാനം അന്വേഷിക്കും. കർത്താവ് അതുകൊണ്ട് 10 പറയാം, നീ ആദ്യം എന്റെ രാജ്യം അന്വേഷിക്കരുത്. ഈ വിളിക്കപ്പെട്ട നമ്മൾ പിന്നെ ലോകം അന്വേഷിച്ചിട്ട് കാര്യമുണ്ടോ? നീ എന്ത് തിന്നും എന്തെടുക്കും എന്ന് വിചാരിക്കുന്നതിന് മുന്നേ കർത്താവ് ഇതെല്ലാം തരും. ഞാൻ എന്റെ ഒരു സാക്ഷ്യമാ പറയുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ രാത്രികാലങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാ, കർത്താവേ എനിക്ക് നിന്റെ രാജ്യം വരണം, നിന്റെ രാജ്യം എന്റെ ജീവിതത്തിൽ ഇറങ്ങി വരണം. എന്തുവാ ഈ രാജ്യം? ദൈവരാജ്യം ഭക്ഷണവും പാനീയം അല്ല, നീതി ഇറങ്ങി വരണം, സമാധാനം ഇറങ്ങി വരണം, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം എന്നെ ഇറങ്ങി വരണം. ഇത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക. കാരണം എന്നറിയോ, തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ ഇനി പാപത്തിൽ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? കർത്താവ് എനിക്ക് ഇനി പാപം വേണ്ട, എന്റെ ഈ വാ കൊണ്ട് എനിക്ക് ദോഷം ചെയ്യണ്ട, എനിക്ക് എന്റെ ജീവിതം ക്രിസ്തുവിനെ പോലെ എനിക്ക് ആകണം, എന്റെ യേശു എന്നിൽ വെളിപ്പെടണം, എനിക്ക് കർത്താവിനെ പോലെ ആകണം. ഇങ്ങനെ ആഗ്രഹിച്ച് നിങ്ങളൊന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു നോക്കിയേ. അതിനാരേലും കരയുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ കരയണം കണ്ണുനീരോടെ. കർത്താവ് എന്തിനാ അഭയാചനയോട് നിലവിളിയോട് ഉറച്ച നിലവിളിയോട് പ്രാർത്ഥിച്ചതും കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചെന്നറിയോ? കർത്താവേ, മരണം വരെ എനിക്ക് പാപം ചെയ്യരുത്, കാരണം ഞാൻ പാപം ചെയ്താൽ ഞാൻ ഉയർത്തത്തില്ല, എനിക്ക് തേജസ്കരിക്കപ്പെടത്തില്ല. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ ഞാൻ വിചാരിക്കുന്നത് പോലെ ഈ പുസ്തകം എടുത്തിട്ട് യേശുവേ എന്ന് വിശ്വസിച്ചുകൊണ്ടൊന്നും രക്ഷ കിട്ടത്തില്ല. രക്ഷിക്കപ്പെട്ട ഞാൻ എന്നെ ചെയ്യണം? കർത്താവിനെ പോലെ ആകാൻ ആഗ്രഹിക്കണം. ദൈവമക്കളെ, കർത്താവിനെ പോലെ ആകാൻ ആഗ്രഹിക്കണം. എനിക്ക് നിങ്ങളോട് ഇതാ പറയാനുള്ളത്, കർത്താവിനെ പോലെ ആകാൻ ആഗ്രഹിക്കണം. എനിക്ക് യേശുവിനെ പോലെ ആകണം. നമ്മുടെ പിള്ളേര് നോക്കുമ്പോ കാണണം കർത്താവിനെ പോലത്തെ നേച്ചർ. അപ്പനും അമ്മയുടെ മേൽ കർത്താവിന്റെ സ്വഭാവം, സൗമ്യത, താഴ്മ, കർത്താവിന്റെ സ്വഭാവങ്ങള്, ദൈവിക നേച്ചർ കുഞ്ഞുങ്ങൾ കാണുമ്പോ കുഞ്ഞുങ്ങൾ താനെ ക്രിസ്തുവിൽ അനുസരണത്തിൽ വരും. ഹല്ലേലൂയ. രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിക്കണം കർത്താവിനോട്, കർത്താവേ ഹല്ലേലൂയ എനിക്ക് നിന്നെ പോലെ ആകണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ വായിച്ചത്, അവനോട് അനുരൂപപ്പെടാനാ മുന്നേ വിളിച്ചത്. ആ വിളിച്ചതിന്റെ പർപ്പസ് തന്നെ മറന്നാ നടക്കുന്നത്. വിളിച്ചത് എന്തിനാ? ആ പുത്രനോട് അനുരൂപപ്പെടാൻ, പുത്രനെ പോലെ ആയി തീരാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ പുത്രനെ പോലെ ആകുന്ന നമ്മള് പുത്രന്റെ നേച്ചറിലേക്ക് വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇവിടെ പറയാം, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാ. എന്നാൽ അടുത്ത വചനം റോമർ 8 നമ്മൾ വായിച്ചായിരുന്നോ? വായിച്ചില്ല, വായിച്ചേട്ടനെ. റോമർ 8-ന്റെ 3-4 വചനം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അതായത് ന്യായപ്രമാണം ചെയ്ത് പിന്നെ വീണു പോകുന്ന തന്റെ മക്കളെ കണ്ടിട്ട് സ്വർഗത്തിലിരിക്കുന്ന പിതാവിന് മനസ്സിലായി, ആദാമ്യ പാപം ഇവരെ കൊണ്ട് നന്മ ചെയ്യാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് കർത്താവിനെ പിതാവ് അയച്ചു. എന്നിട്ട് പറയാം, ജഡത്താലുള്ള നമ്മുടെ ബലഹീനത, ജഡത്തിലല്ലേ ബലഹീനത, ഈ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്ത, ന്യായപ്രമാണം നമ്മളെ ഉണ്ടല്ലോ
ചെയ്യാൻ സഹായിക്കുന്നത്. ന്യായപ്രമാണം ഈ അഷ്റഫർ കുന്നാൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രായം ചെന്ന അപ്പച്ചൻ ചാരികസേരയിൽ ഇങ്ങനെ കാർന്നോര് വീട്ടിൽ കിടന്നിട്ട് പറയും, ആ ജോലി ചെയ്, ആ പറമ്പ് തൂത്തിട്ട് വാ, ഈ മിറ്റം തൂത്തിട്ട് വാ, അവിടെ അത് ഇങ്ങനെ ചെയ്, അങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ ഭാര്യ ചോദിക്കും, എന്റെ അച്ചായ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുമ്പോ അച്ചായൻ പറയും, ഇല്ല, ഞാനിങ്ങനെ ചാരികസേരയിൽ നിന്ന് ഓർഡർ ഇടാൻ മാത്രമേ എനിക്കറിയത്തുള്ളൂ. അച്ഛന്റെ പരിപാടി ഞാൻ ചാരികസേര, നീ ആ മിറ്റം തൂല്, വെള്ളം കോര്, കറിക്കരിയെ, അതുണ്ടാക്ക്, ഇങ്ങനെ പണി ചെയ്ത് നടക്കുന്ന ഒരു സ്ത്രീയെ പോലെയാണ് ന്യായപ്രമാണത്തിൽ നിൽക്കുന്ന മനുഷ്യര്. ന്യായപ്രമാണം നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു തരുമ്പോൾ യേശുക്രിസ്തു വന്ന് നമുക്ക് തന്ന ആത്മാവ് നമ്മളെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തതിനെ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആത്മാവ്. ഹല്ലേലൂയ. എങ്ങനെയാ? നമ്മുടെ കൈ പിടിച്ച് നമ്മളെ പരിശുദ്ധാത്മാവ് നടത്തും. അതുകൊണ്ട് ഇവിടെ പറയാം, 4 ജഡത്തെ അല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാൽ. പഴയ നിയമത്തിൽ ഹല്ലേലൂയ എങ്ങനെയാ പറയുന്നത്? പഴയ നിയമത്തിൽ കർത്താവിന്റെ നമ്മളെ ബുദ്ധിയുടെ പ്രമാണം നമ്മളെ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞെങ്കിൽ ഇന്ന് ഹൃദയത്തിൽ ഇരുന്നിട്ട് ഇനി ആരും എന്നെ അറിയത്തില്ലെന്ന് പറയത്തില്ല. കാരണം ഇപ്പൊ എന്റെ ആത്മാവ് നിങ്ങളുടെ അകത്തിരിക്കുക. ആർക്കും പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ പറ, രക്ഷിക്കപ്പെട്ട ദൈവത്തിനോട് ഞാൻ ചോദിക്കാം, എന്റെ അകത്തിരുന്ന് ഒരു വേണ്ടാത്തൊരു കാര്യം ചെയ്യുമ്പോ പെട്ടെന്ന് ഒരു വേദന വരും. ഹല്ലേലൂയ. പിന്നെ സ്ഥിരമായിട്ട് ഇതൊരു രീതിയാക്കി കഴിഞ്ഞാൽ പിന്നെ വേദനയൊന്നും വരത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഈ നമ്മളറിയത്തില്ല, പണി ചെയ്ത് തഴമ്പ് വന്ന കയ്യേല് പിന്നെ തൊട്ടാൽ അറിയുവോ? ഇല്ല. എന്ന് പറഞ്ഞ പോലെ പാപം ചെയ്ത് പോയിട്ട് പിന്നൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത്, വളരെ സെൻസിറ്റീവ് ആയിട്ട് ക്രിസ്ത്യൻ ലൈഫ് നയിക്കുന്ന ഒരു വ്യക്തിക്ക്, കർത്താവിന്റെ ആത്മാവിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക്, യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒരു വേണ്ടാത്ത കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ഒരു വേണ്ടായിരുന്നു എന്റെ കർത്താവ്, നിനക്ക് വിഷമായി കാണും, എനിക്ക് അത് ഇനി പറയണ്ട എന്ന് പെട്ടെന്ന് റിപ്പന്റ് ചെയ്യുന്ന ഒരു ആത്മാവ്. ഹല്ലേലൂയ. ഇന്ന് പഴയ നിയമത്തിൽ അങ്ങനെ ഒരു ആത്മാവില്ലായിരുന്നു. എന്നാൽ ഇന്ന് പുതിയ നിയമത്തിൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് ഇരുന്ന് നമ്മളെ അങ്ങനെ നടത്തുക. ഇന്ന് റോമർ 8:10 വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. റോമർ 8:10. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. നമ്മുടെ വല്ല പ്രവൃത്തി കൊണ്ടാണോ നമ്മൾ രക്ഷിക്കപ്പെട്ടത്? അതുകൊണ്ട് എഫേസ്യരിൽ പറഞ്ഞ കൃപയാൽ എത്രേ നിങ്ങൾക്ക് ഈ രക്ഷ ലഭിച്ചത്. നിങ്ങൾ ആരും പ്രശംസിക്കാതിരിക്കാൻ ഒരു പ്രവൃത്തിയും കാരണമല്ല. അപ്പോൾ ഇവിടെ പറയും, ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപ നിമിത്തം മരിക്കേണ്ടതില്ല, ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ വീണ്ടും അകത്തോട്ട് പറയാം, വിളിക്കപ്പെട്ട ദൈവവൈതൽ വചനം പറയാം, മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്സിലോട്ട് നടത്തിക്കൊണ്ടിരിക്കുക. എന്നെ തെരഞ്ഞെടുത്തു 2003 രക്ഷിക്കപ്പെട്ട് കർത്താവ് ദൈവരാജ്യത്തിൽ കയറ്റി എന്റെ പാപം തന്റെ പുത്രന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനെ തന്നു. ഈ പരിശുദ്ധാത്മാവിനെ ലഭിച്ച ഞാൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഞാൻ പിന്നെയും പാപം ചെയ്യുന്നില്ലേ? ഹല്ലേലൂയ. അന്നേരം പലരും വിചാരിക്കുന്നത് ഇങ്ങനെ അങ്ങ് പോകാമെന്നല്ല. കർത്താവേ, എനിക്ക് ഈ പാപം ചെയ്യണ്ട, എനിക്ക് നീതിയുടെ ഫലം എന്നിൽ നിന്ന് പുറപ്പെടണം. ഹല്ലേലൂയ. ഞാൻ ഇന്നാളും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച് പറഞ്ഞു, 1000 ഹല്ലേലൂയ പറയുന്നതിനേക്കാൾ പറയേണ്ടെന്നല്ല, ആ ദൈവവചനത്തെ അനുസരിച്ചിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ അത് കാര്യം നടക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പ്രമാണിക്കും, കൽപ്പന പ്രമാണിക്കുന്നവനോടുകൂടെ ഞാനും എന്റെ പിതാവും വാസം ചെയ്യും. ഹല്ലേലൂയ. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, യേശുവിനെ പോലെ ആകുവാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. 2, പാപത്തിലായിരുന്നു നമുക്ക് മനസ്സിലായി. യേശു തെരഞ്ഞെടുപ്പിന് മുന്നേ ഉള്ള നമ്മുടെ അവസ്ഥ ഞാൻ പറഞ്ഞു, എഫിഷ്യൻസി കൂടെ അതിക്രമത്തിലായിരുന്നു, പാപത്തിലായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ അതിക്രമത്തിലും പാപത്തിലും ആയിപ്പോയത്? ആദാം ഏദനിൽ പാപം ചെയ്തത് കൊണ്ട് ഓൾ വേൾഡ് ആ ആദാം മുഖാന്തരം പാപത്തിലേക്ക് വന്നെന്ന് ഞാൻ വെളിപ്പെടുത്തി വചനം എടുത്തു കാണിച്ചു തന്നു. എന്നാൽ 4ാമത് ഞാൻ പറഞ്ഞു, എനിക്ക് നന്മ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിലും, റോമർ 7:22-24 പറഞ്ഞു, നന്മ ചെയ്യാൻ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലും തിന്മയുടെ ഒരു പ്രമാണം എന്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടു വരുന്നതുകൊണ്ട് എനിക്ക് ആഗ്രഹമില്ല തെറ്റ് ചെയ്യാൻ, ആഗ്രഹമില്ല പാപം ചെയ്യാൻ. പക്ഷെ എന്റെ ശരീരം നിമിത്തം എന്നെ ഇങ്ങനെ ടെംപ്റ്റ് ചെയ്യുന്നത് കൊണ്ട്, ഈ പാപം പുറപ്പെടുവിക്കുന്ന ജലത്തിൽ ഞാൻ ഇരിക്കുന്നത് കൊണ്ട്, അയ്യോ എനിക്ക് ന്യായപ്രമാണത്തിൽ സന്തോഷമുണ്ട്, ദൈവവചനമൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അറിയാതെ എന്നിൽ നിന്ന് പാപം പുറപ്പെടും. എന്തുകൊണ്ടാ? എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ പറ്റാത്തത് ഈ ആദാമ്യ പാപം എന്നിൽ വസിക്കുന്നത് കൊണ്ടാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ വീണ്ടും പറഞ്ഞു, കർത്താവ് യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമ്മളെയും കർത്താവ് തന്റെ മർത്യ ശരീരത്താൽ നമ്മുടെയും പാപത്തിൽ നിന്ന് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ വിശ്വാസമാണ് നമുക്കുള്ളത്. ഇത് വിശ്വസിച്ചിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, നിങ്ങളെ ഞാൻ ഇനി അനാഥരായിട്ട് വിടത്തില്ല. ഞാൻ നിങ്ങൾക്ക് പിതാവിന്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യസ്ഥനെ ചോദിക്കും. പിതാവ് നിങ്ങൾക്ക് ആ കാര്യസ്ഥനെ തരും. ആ കാര്യസ്ഥൻ നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ സകല സത്യത്തിലും നീതിയിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് വന്നിട്ട് എങ്ങനെ നടത്തും എന്ന് പറഞ്ഞേ? സത്യത്തില് നീതിയില്. അപ്പൊ നമ്മൾ നടക്കേണ്ട എങ്ങനെയാ? സത്യത്തില്
നീതിയില്. താൻ ചിന്തിക്കണം, ഞാൻ സത്യത്തിലാണോ നീതിയിലാണോ ജീവിക്കുന്നേ? നീതിയില്ലാതെ ജീവിച്ചാൽ ദൈവമക്കളെ കഷ്ടവാ. കർത്താവില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നും ഈ യേശുക്രിസ്തു വന്നിട്ട് ഈ ഒരു ലെവലിലേക്ക് വന്നിട്ടും വീട്ടിൽ കഷ്ടവാ, ജീവിതത്തിൽ കഷ്ടമാ. എന്തുകൊണ്ടാണെന്നറിയാം? പാപം വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വചനം പറയുന്നു, ലംഘനം ശപിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. തന്റെ പാപം മറച്ചു വെക്കാത്ത മനുഷ്യനെ ശുഭം വരത്തുള്ളൂ. ഇപ്പോഴും കർത്താവിനോട് അയ്യോ ഞാൻ എല്ലാം തികഞ്ഞെന്ന് പറയുന്ന ഒരാളെ കർത്താവിന് നെയ്യും കൊണ്ടുവരാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുവാണ്, അടുത്ത നമുക്ക് റോമർ 8:19 തൊട്ട് 22 വരെ വായിക്കാം. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ഇവിടെ പറയുക സൃഷ്ടി, ഇവിടെ ശ്രദ്ധിക്കണം, സൃഷ്ടി ആരാ? ഞാനാ. ഒന്ന് പറഞ്ഞ, ഞാനാ സൃഷ്ടി. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാട്. ആദ്യ സൃഷ്ടി ഞാനും കൂടെ ഉൾപ്പെടുന്ന ഈ ലോകത്തിലെ സകല സൃഷ്ടിയുടെ കാര്യമാണ് പറയുന്നത്. ജീവജാലങ്ങള്, മത്സ്യങ്ങള് എല്ലാം ഉണ്ട്. ഈ ലോകത്തിലെ മരങ്ങള് എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. എന്തോ ദൈവപുത്രന്റെ വെളിപ്പാട്? ദൈവത്തിന്റെ വെളിപ്പാട് എന്നാന്നറിയാവോ? സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും. വളരെ ക്ലിയർ ആയിട്ട് പറയാം. അതായത് ഈ പാപത്തിൽ ഇരിക്കുന്ന ഈ ശരീരത്തിന്റെ ദ്രവത്വമുള്ള ശരീരം, പാപം ചെയ്യുന്ന ദ്രവത്വമുള്ള ഈ ശരീരത്തിൽ നിന്ന് തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കണം. എങ്ങനെയാ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്? പാപം ചെയ്യാത്ത അവസ്ഥ, ആ ലെവലിലേക്ക് വരുന്നതിനാണ് ഈ തേജസ് എന്ന് പറയുന്നത്. ഹാലയിൽ അപ്പോഴേ ദൈവനാമം മഹത്വപ്പെടുത്തത്തുള്ളൂ. അതുകൊണ്ടല്ലേ വചനം പറയുന്നേ, നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവനാമം ദുഷിക്കരുത്. കർത്താവിന്റെ വരവിൽ നിങ്ങൾ മനുഷ്യരുടെ മുന്നിൽ ദൈവത്തിന്റെ നാമം ദുഷിക്കരുത്. കർത്താവിലാന്ന് പറഞ്ഞിട്ട് വഴി കിടന്ന് അടി പിടിച്ചു കഴിഞ്ഞാൽ ദൈവനാമം ദുഷിക്കപ്പെടത്തില്ലേ? ഹല്ലേലൂയ. ഒരാളോട് പിണങ്ങിയിരുന്നു, മറ്റു 4 പേര് വിശ്വാസികൾ നോക്കുമ്പോൾ പിണങ്ങിയിരിക്കുക, ദൈവനാമം ദുഷിക്കപ്പെടുകയല്ല. ഈ ഇതാണോ പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ. ഈ സഹോദരനോട് മിണ്ടുന്നില്ല, മറ്റു മനുഷ്യരെ സ്നേഹിക്കുന്നില്ല, എല്ലായിടത്തും പാപത്തിൽ ജീവിച്ചേച്ച് പറ്റുമോ? അതുകൊണ്ട് ഇവിടെ പറയാം സൃഷ്ടി. ഹല്ലേലൂയ. അയ്യോ, അങ്ങനെ ഇരിക്കുമ്പോ അങ്ങോട്ട് ദേഷ്യം വരും. ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരും, ഇടയ്ക്കിടയ്ക്ക് ചിലത് കാണുമ്പോ ഈർഷ്യ വരും, ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് കുറവൊന്നുമില്ല, എല്ലാ പ്രാർത്ഥനയും കസേരയിലുണ്ട്. പക്ഷെ എന്റെ ഈ ജഡത്തിന്റെ സ്വഭാവം പോയോ ഇല്ല? നിങ്ങൾ സത്യമായിട്ട് പറയും. എന്റെ ഞാനുള്ള സമ്മതിക്കും, എന്നെ കൊണ്ട് പറയും. ഞാനിപ്പോ കരയും, എന്റെ പൊന്ന് കർത്താവേ ചില ചീത്ത സ്വഭാവങ്ങളൊന്നും മാറ്റി തരണം. ചിലതൊക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ചിലതൊന്നും കാണുമ്പോൾ ക്ഷമിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പറ്റത്തില്ല, എനിക്ക് കർത്താവിനെ പോലെ ആകണം. ഹല്ലേലൂയ. എനിക്ക് നീതിയോടെ ജീവിക്കണം, എനിക്ക് യേശുവിനെ പോലെ ആകണം, എനിക്ക് ലൈക്നെസ് ഓഫ് ജീസസ് വരണം. അതുകൊണ്ടാ ഈ തേജസിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ മറഞ്ഞിരിക്കുക. തേജസിന്റെ സുവിശേഷം ദുഷ്ടം കേൾപ്പിക്കത്തില്ല. എന്നറിയോ? ദുഷ്ടം കേൾപ്പിക്കും. ഇന്നത്തെ സുവിശേഷം എന്നാന്നറിയോ? കേറി വന്നാൽ തന്നെ പറഞ്ഞ് നിന്റെ ഒന്നും വിഷമിക്കണ്ട, നിനക്ക് നാളെ വേണ്ടതെല്ലാം ദൈവം തന്ന്, നിനക്ക് കാറ് തരും, വീട് തരും, നിനക്ക് അത് തരും, ഇത് തരും. എല്ലാവർക്കും ഇഷ്ടം, പ്രൊമോഷൻ കിട്ടും. ഇരിക്കുന്ന കസേരന്ന് ചാടി സൂത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇപ്പൊ വല്ല അനക്കം ഉണ്ടോ? ഹല്ലേലൂയ. ഇപ്പൊ വല്ല അനക്കം ഉണ്ടോ? കാരണം ഇത് വല്ലാത്ത കാര്യാ പറയുന്നത്. ഹല്ലേലൂയ. ഇത് പറയുന്നിടത്ത് അധികം ആളും വരത്തില്ല, ഇത് കേൾക്കാനും വലിയ ആളില്ല, ഇത് കേൾക്കുമ്പോൾ വലിയ രസവും ഇല്ല. കാരണം എന്നാന്നറിയോ? ഇത് തേജസിന്റെ സുവിശേഷം. ഇത് ഹൃദയത്തിൽ വളങ്ങണേ കർത്താവിനെ സ്നേഹിക്കുന്നവർക്കേ പറ്റത്തുള്ളൂ. എനിക്ക് യേശുവിനെ പോലെ ആകണം, കർത്താവിനെ പോലെ ആകണം. കർത്താവെ, ഞങ്ങളും ഞങ്ങളുടെ തലമുറ യേശുവിനെ വെളിപ്പെടുത്തുന്നവരാകണം. ഈ തേജസ്സിന്റെ സുവിശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിളങ്ങി അത് ഞങ്ങളുടെ ജഡത്തിലും വെളിപ്പെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവനാമ മഹത്വം വെളിപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്ലോറിയസ് ഗോസ്പൽ, തേജസ്സിന്റെ സുവിശേഷ. അതുകൊണ്ട് സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യം, ദ്രവത്തിന്റെ ദാസ്യം ഇപ്പൊ അടിമത്തത്തിലാ. അയ്യോ, ഇപ്പോഴും ഞാൻ കോപത്തിന് അടിമയാ. ആണല്ലോ? ദൈവങ്ങളെ സമ്മതിക്ക്. അവിടെ ഇരിക്കുന്നിടത്തിരുന്ന് കർത്താവിനോടെങ്കിലും സമ്മതിക്കുക, എന്നോട് സമ്മതിക്കണ്ട. കർത്താവിനോടെങ്കിലും, കർത്താവ് ഇപ്പോഴും എന്നിൽ നിന്ന് ചിലതൊക്കെ മാറാനുണ്ട്. ഇന്ന് പഠിപ്പിക്കുന്ന സുവിശേഷം എന്നോ, കർത്താവ് മരിച്ചത് കൊണ്ട് ഒരു കുഴപ്പമില്ല, എല്ലാം ചെയ്തിട്ടുണ്ട്, നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോളാം. അപ്പോ എന്തുവാ ഈ ദ്രവത്വം ദാസ്യത്വം? ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാകത്തില്ലേ? ദ്രവത്വം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പാപം ചെയ്യുന്നതോടെ എനിക്ക് ദ്രവത്വമാ. ഈ ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ, അതായത് ഇപ്പോഴും ഞാൻ ചില പാപത്തിന് അടിമയാ. പെട്ടെന്ന് ദേഷ്യം വരുന്നു, പെട്ടെന്ന് അൺഫോർഗീവ്നെസ് വരുന്നു, ചിലതൊക്കെ കാണുമ്പോ പിടിക്കുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പം പാട്ടൊക്കെ പാടി സ്തോത്രമൊക്കെ ചെയ്ത് അത് കഴിയുമ്പോൾ പറയാം, അച്ഛാ ഇന്ന് അവര് നമ്മളെ കണ്ടപ്പോ ചിരിച്ചില്ലല്ലേ? ഹല്ലേലൂയ. ഇന്ന് പള്ളി വെച്ച് കണ്ടപ്പോ കൈ തന്നായിരുന്നു. ഇതൊക്കെയാ നമ്മുടെ പറച്ചില്. ഹല്ലേലൂയ. പഴയ പോലെ വലിയ സ്നേഹമൊന്നും. ഇതെല്ലാം ജഡത്തിന്റെ ചിന്തയാ. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത ജീവനും
സമാധാനം. ഞാൻ ഇപ്പൊ എങ്ങനെയാന്ന് പറയും, ഇത് മനസ്സിലാക്കിയ പിന്നെ എന്റെ അകത്തോട്ട് ഒരു ചിന്ത വരുമ്പോഴേ പറയും, ഇപ്പൊ യേശുവിന്റെ നാമത്തിൽ പോ, ഞാൻ അനുഗ്രഹിക്കുന്നവരെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കാരണം ഈ ദുഷ്ടം കൊണ്ട് നമ്മുടെ തലയ്ക്കകത്ത് കളയിടാൻ നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൽ നിന്ന് വെളി വരാനുള്ള ഒരു ഇതാ പറഞ്ഞു തരുന്ന ഒരു വലിയ കീയാ പറയുന്നത്. നമ്മളൊക്കെ മനുഷ്യരെ ലോകത്ത് ഇങ്ങനെ ജീവിക്കുക. അപ്പൊ ഇങ്ങനെ ചിന്ത വരും, ഇങ്ങനെ പഴയ കാര്യമൊക്കെ. പെട്ടെന്ന് നിങ്ങൾ അതിൽ നിന്ന് വെളി വരാൻ ഒരു കാര്യം, കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ആ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കുന്നു. കർത്താവെ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. എന്നാന്ന് വെച്ചാൽ ഈ ചിന്ത നിങ്ങൾ അനുവദിച്ചു കൊടുത്താൽ ജഡചിന്ത മരണം കൊണ്ടുവരും. ഹല്ലേലൂയ, മരണം കൊണ്ടുവരും. എന്നാൽ ആത്മാവിന്റെ ചിന്ത ജീവന് സമാധാനം കൊണ്ടുവരും. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞ ദാസ്യത്തിലാ. ഇപ്പം ദാസ്യത്തിൽ കിടക്കുന്നതുകൊണ്ട് സ്വാതന്ത്ര്യം ഇല്ല. എവിടെ സ്വാതന്ത്ര്യം ഇല്ല? ആത്മാവ് സ്വാതന്ത്ര്യം ഇല്ല, ഒരു സന്തോഷം ഇല്ല. കാരണം എല്ലാരോടും ഭാരം, കയ്പ്, ഈ പാപത്തിൽ നിന്ന് വെളിയിൽ വരുന്നില്ല. വേഗത്തിൽ വായിക്കാം, സമയമായി വരുക. എന്നാൽ അടുത്ത വചനം വായിക്കാം. 1 കൊരിന്ത്യർ 15, 1 കൊരിന്ത്യർ 15:50. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. എന്തുവാ? കറപ്റ്റഡ് ആയിട്ടുള്ള, അല്ലെ, കറപ്ഷൻ ആയിട്ടുള്ളതൊന്നും ദൈവരാജ്യത്തിൽ കയറത്തില്ല. അതുകൊണ്ടാ പറഞ്ഞത് ദ്രവത്വം അദ്രവത്വത്തെ ധരിക്കണം. എന്തുവാ? യേശു ക്രിസ്തുവിനാൽ, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അദ്രവത്വത്തെ ധരിക്കണം. ഇവിടെ പറയാം, now this I say brethren that flesh and blood cannot inherit the kingdom of God, neither do corruption inherit incorruption. ഇവിടെ ഇത് ശ്രദ്ധിച്ചേക്കണേനെ. ഇന്ന് ലോകത്തിൽ ഇത് കേൾക്കും, ആരോടെങ്കിലും പറയുമ്പോൾ ആർക്കും ഒരു സന്തോഷം വരാത്തൊരു സുവിശേഷം ഇത്. അപ്പൊ ഇത് കേൾക്കുമ്പോ പറയും, ഇതൊക്കെ ആരെ കൊണ്ട് പറ്റും, നമ്മൾ അങ്ങനെ തികഞ്ഞിട്ട് ആരെങ്കിലും ദൈവരാജ്യത്തിൽ കയറുമോ? അതുകൊണ്ടല്ലേ കർത്താവ് വന്നത്, അതുകൊണ്ടല്ലേ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നത്. പക്ഷെ ദൈവമക്കളെ വീഴ്ചയുണ്ടെന്നും കുറവുണ്ടെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ കർത്താവെ, ഈ പാപത്തെ ഇങ്ങനെ വെറുത്ത് ജീവിക്കണം, എനിക്കിത് ഇഷ്ടമല്ല കർത്താവ്, എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹമില്ല എന്നുള്ള ആഗ്രഹം മതി ദൈവം നിങ്ങളെ വിടുവിക്കാൻ. അല്ലെങ്കിൽ എത്ര പേർക്ക് മനസ്സിലായി? അതായത് എനിക്ക് ഈ തെറ്റുകൾ ഗ്രഹിച്ചിട്ട് എനിക്കിനി ഇത് ജീവിക്കണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം, ആ ഹൃദയമുള്ളവരെയാ കർത്താവ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് പറയാം, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രത്വത്തെ അവകാശമാക്കുകയില്ല. എന്നാൽ ഫിലിപ്പിയർ 3:20 വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കാം, 3:20-21 ഞാൻ വേഗത്തിൽ വായിക്കാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഫിലിപ്പിയർ 3:20-21 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായി യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നു. നമ്മുടെ കാത്തിരിപ്പെന്നാ? യേശുവേ വേഗം വരണേ, അല്ലെ, വേഗം വന്ന് ഞങ്ങളെ ഈ നാശമുള്ള ലോകത്തിൽ നിന്ന് രക്ഷിച്ച് ഞങ്ങളെ കൊണ്ടുപോകണം. ഇവിടെ പറയാം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ച ുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കുന്നു. 3:21 20-21 ഒന്ന് വായിച്ചു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇവിടെ വചനം പറയാം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പൊ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം യേശുവിന്റെ ശരീരം പോലെ ആക്കുമെന്ന് ഇവിടെ പറയുന്നുണ്ടോ ഇല്ലയോ? അപ്പൊ ഇങ്ങനെ നമ്മളെയും കർത്താവിനെ പോലെ തന്റെ ശരീരത്തെ പോലെ അനുരൂപമാക്കിയിട്ട് നമ്മളെ അങ്ങനെ കൊണ്ടുവരുമെങ്കിൽ 1 കൊരിന്ത്യർ 15 വായിക്കുന്നു. ഇതെന്നാന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുക. അടുത്ത കർത്താവിനെ പോലെ ആക്കുമെന്ന് പറയുന്നു. 1 കൊരിന്ത്യർ 15 ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാല നാദത്തിങ്കൽ പെട്ടെന്ന് കണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധരിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നാം എല്ലാരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹള നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്ന നേരം നാം എല്ലാവരും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത്, നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല, കർത്താവ് ഒരിടത്ത് വേറൊരിടത്ത് പറയുന്നുണ്ട്. ഇത് ഇവിടെ ഇരിക്കെ തന്നെ ഞാൻ ഒരു വേർഡ് പറയാം. മത്തായി 16:28 കർത്താവ് പറയാം, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ നിങ്ങളുടെ ഇടയിലുണ്ട്. എടാ, ഇത് വായിക്കും ഞാനും ഓർത്തിട്ടുണ്ട്. കർത്താവ് ഇവര് മരിക്കത്തില്ലേ കർത്താവ് വരുമ്പോ വരെയെന്ന്? 2000 വർഷത്തിന് മുകളിലായി കർത്താവ്. പക്ഷെ ഇത് വേറൊരു വെളിപ്പാടാണ് അപ്പോസ്തലൻ പറയുന്നത്. എന്നറിയോ? മരണം ഈ ലോകത്തിൽ മരിച്ച് നമുക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ കിട്ടും, ഈ തേജസ്, ഈ പുതിയ ശരീരം. പക്ഷേ വചനം പറയുന്നു, ചിലര് ജീവിച്ചിരിക്കുമ്പോ തന്നെ ഈ ലെവല് പ്രാപിക്കുമെന്ന്. ഹല്ലേലൂയ, വിശ്വസിക്കുന്നുണ്ടോ?
അങ്ങനെ വിശ്വസിക്കാൻ എന്താ പ്രയാസം? ഹാനോക്ക് അങ്ങനെ എടുക്കപ്പെട്ട് സ്റ്റെഫാനോസിനെ കുറിച്ച് പറയാം. സ്റ്റെഫാനോസ് കല്ലെറിയുമ്പോഴും മുഖം സൂര്യനെ പോലെ തേജസ് കൊണ്ട് വിളങ്ങി പുതിയ ശരീരം മരിക്കുന്നതിന് മുന്നേ തന്നെ പ്രാപിച്ചിട്ടാ മരിച്ചത്. ഹല്ലേലൂയ. ഹാനോക്ക്, ഏലിയാവ് ഒക്കെ എങ്ങനെ എടുക്കപ്പെട്ട, മരണം കാണാതെ എടുക്കപ്പെട്ട ചിലരുണ്ടായിരുന്നു. ഉണ്ടല്ലോ, പഴയ നിയമത്തിലും ഉണ്ട്, പുതിയ നിയമത്തിലും ഉണ്ട്. അപ്പോസ്തലന്മാരൊക്കെ സിംഹക്കുഴിയിൽ ഇട്ടിട്ടും മരിക്കുന്നില്ല. അവര് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അവരെ മരണത്തിന് പിടിക്കാൻ പറ്റത്തില്ല, പക്ഷെ അവർ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവർ മരിച്ചതെന്നാ പറയുന്നത്. അതുകൊണ്ട് ഈ രണ്ട് വചനം പ്രൂവ് ചെയ്യുക. നാം നിദ്ര ഉള്ളതേയില്ല, എന്നാൽ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണം വെക്കുന്ന ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ചിലര് ഈ ലോകത്തിൽ ജീവിക്കുമ്പോ തന്നെ പാപത്തെ വെറുത്ത് നീതിയെ സ്നേഹിച്ച് കഷ്ടം സഹിച്ച് ജീവിച്ച് ഇത് ആഗ്രഹിക്കുന്ന ചിലർക്ക് ഇത് ഇവിടെ വെച്ച് തന്നെ കിട്ടുമെന്ന്. നിത്യതയുടെ അനുഭവം ഇവിടുന്നേ അവർ അനുഭവിച്ചാ പോകുന്നത്. അതിനുണ്ടെങ്കിൽ വേണ്ടയോ? ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രാപിക്കണോ വേണ്ടയോ? ഞാൻ ചോദിച്ചില്ല, ഞാൻ ചില നേരം ചിന്തിക്കും, മരിച്ച് ചത്ത അവിടെ ചെന്നിട്ട് ഇത് കിട്ടിയിട്ട് വല്ല കാര്യം? ഇവിടെ വെച്ചല്ലേ സ്വസ്ഥത വേണ്ടേ? ഇവിടെ വെച്ചല്ലേ സ്വാതന്ത്ര്യം വേണ്ടത്? ഈ പാപം ഇല്ലാത്ത ഈ ലെവലിൽ കർത്താവ് കയറ്റുമോ എന്നുള്ളത്. നാം എല്ലാവരും നിദ്ര കൊള്ളുക ഇല്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണം വെക്കുന്ന ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്നിട്ട് 1 കൊരിന്ത്യർ 15 പറയുവാണ്, ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യമായതിനെയും ധരിക്കണം. എങ്ങനെ? ഈ കറപ്റ്റഡ് ആയിട്ടുള്ളത് ഇൻകറപ്ഷനിലേക്ക് വരണം, മർത്യമായത് അമർത്യത്തെ ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. വായിക്കാം, 1 കൊരിന്ത്യർ 15 അധ്യായം 53. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. അപ്പൊ പറയാ, ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കണം. എങ്ങനെ? ഈ പാപം പുറപ്പെടുവിക്കുന്ന ശരീരം മാറിയിട്ട് പാപം പുറപ്പെടുവിക്കാത്ത അദ്രവത്വത്തെ ധരിക്കുന്ന ഒരു ശരീരം നമുക്ക് തരും. എന്നാൽ വേഗത്തിൽ ഒരു വചനോട് വായിച്ച റെവലേഷൻ 20:6. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഇവിടെ വചനം പറ, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. ഈ ഒന്നാമത്തെ പുനരുത്ഥാനം എന്തുവാ? ജീവിച്ചിരിക്കുമ്പോ തന്നെ ഇത് കിട്ടുന്ന ചിലരുണ്ടെന്ന്. നിങ്ങൾ എന്നെ ഓടിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങനെ ആണോ എന്ന് ശരിക്കും വായിച്ച് പഠിച്ചു നോക്കിയോ, അല്ലെങ്കിൽ എന്നോട് സംശയം വിളിച്ചു ചോദിച്ചോ. ഇവിടെ പറയാം, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. എന്നാൽ അടുത്ത വചനം പറയാം, അവൻ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. 2 കൊരിന്ത്യർ 4:3-4. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറിഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് എത്രയും മറിഞ്ഞിരിക്കുന്നു. ഈ സുവിശേഷം കേൾക്കുമ്പോൾ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ സുവിശേഷം അങ്ങോട്ട് വിശ്വസിക്കത്തില്ല. ഈ സുവിശേഷം കേൾക്കുമ്പോള് ഇല്ല, അയ്യോ ഇതെങ്ങനെയാ? ഈ ലോകത്ത് ഇങ്ങനെ പാപം ചെയ്ത് ജീവിച്ചിട്ട് അന്നേരം പ്രാപിക്കാനിരിക്കുക ചില മനുഷ്യര്. പക്ഷെ കർത്താവിന്റെ വചനം പറയാ, അപ്പോസ്തലൻ പറയാ, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക്, അതായത് ഈ പാപം ചെയ്ത് ഇങ്ങനെ ജഡം നശിപ്പിച്ച് ജഡത്തിൽ ജീവിക്കണം എന്നുള്ളവർക്ക് ഇത് മറഞ്ഞിരിക്കുന്നത് അല്ല. കർത്താവേ, ഞാൻ കേട്ടു, മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു എന്നെ നിങ്ങളെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ തന്നു. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് ഇങ്ങനെ പാപം ചെയ്ത് വഴക്ക് വിട്ട് കല്ലും പിടിച്ച് പിണങ്ങിയും വഴക്കിട്ടും ജീവിക്കാനായിട്ടാണെങ്കിൽ എന്തിനാണ് ഈ കർത്താവ് വന്നത്? കർത്താവ് പറയുവാണ്, ഈ വചനത്തെ അപ്പോസ്തലൻ പറയാം, ഈ സുവിശേഷം, തേജസ്സിന്റെ സുവിശേഷം ഇത് പലർക്കും മറഞ്ഞിരിക്കുവാണ്. എന്നാൽ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. ഹല്ലേലൂയ. വേഗത്തിൽ നിങ്ങളോട് ഞാൻ കൺക്ലൂഡ് ചെയ്ത് പ്രാർത്ഥിക്കാൻ ക്ഷമിക്കണം, സമയം പോകുന്നതിന്. ഇവിടെ നമ്മൾ എങ്ങോട്ടാ ഓടുന്നല്ലേ? ഹല്ലേലൂയ. ഇത് കേട്ടിട്ട് വേണം ഓടിപ്പോവാൻ. ഇവിടെ പറയുക, കർത്താവ് പറയാം, തന്റെ പുത്രനിൽ അനുരൂപനായി വിളിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇനി റോമർ, ഞാൻ ആദ്യം വായിച്ച വചനമാണ്. റോമർ 8:29-30 പറയുവാണ്, തന്റെ പുത്രനോട് അനുരൂപനാകാൻ നിങ്ങളെ മുന്നേ നിയമിച്ച, നിങ്ങളെ പ്രീ ഡെസ്റ്റൈൻഡ്, നേരത്തെ നിശ്ചയിച്ച് തെരഞ്ഞെടുത്ത നിങ്ങളെ പുത്രനെ പോലെ ആകാൻ തെരഞ്ഞെടുത്തു. മുന്നേ വിളിച്ച നിങ്ങളെ നീതീകരിച്ച നിങ്ങളെ തേജസ്സിലോട്ട് നടത്തിക്കൊണ്ട്
ഈ തേജസ്സിലോട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ കിടന്നത് എവിടെയാണ്? അതിക്രമത്തിലും പാപത്തിലുമാണ്. എങ്ങനെ അതിക്രമത്തിലും പാപത്തിലും വന്നത്? ആദാം പാപം ചെയ്ത് ദൈവ തേജസ്സിൽ നിന്ന് വീണുപോയത് കൊണ്ടാണ്. എന്നാൽ മുന്നോട്ട് പിന്നെയും കണ്ടു നമ്മള് കാലിൽ റോമറി പിന്നെയും കണ്ടു, ഈ കർത്താവിന്റെ വചനം ന്യായപ്രമാണത്തിൽ എനിക്ക് വലിയ സന്തോഷ, കൽപ്പന ചെയ്യാൻ ഇഷ്ട, പക്ഷെ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നിൽ നിന്നൊരു പാപത്തിന്റെ പ്രമാണം പുറപ്പെട്ടു വരുന്നത് കൊണ്ട് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന്റെ ജഡശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കുന്ന? അപ്പോസ്തലൻ നിലവിളിക്കുന്നു. എന്നാൽ പിന്നെ പറയുവാണ്, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് ഇത് ജയമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ജയമുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, ഹല്ലേലൂയ, നമ്മളെ കർത്താവ് ലോകസ്ഥാപനത്തിന് മുന്നേ തെരഞ്ഞെടുത്തു, വിളിക്കപ്പെട്ടു, നീതീകരിച്ചു, തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പാപത്തിലായിരുന്നെന്ന് മനസ്സിലായി. ആദാമ്യ പാപം കൊണ്ടാണ് നമുക്ക് പാപത്തിൽ നിന്ന് ജയിക്കാൻ പറ്റാത്തതെന്ന് മനസ്സിലായി. എന്നാൽ എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് തിന്മയുടെ പ്രമാണം ശരീരത്തിൽ നിന്ന് പുറപ്പെടുവാന്ന് മനസ്സിലായി. എന്നാൽ പിന്നീട് പറച്ചിലായി. റോമർ 4:23-24 പറയുവാണ്, ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മളും വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. വീണ്ടും നമ്മൾ കേട്ടു, കർത്താവ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് വിശ്വസിക്കുന്നില്ലെങ്കിൽ, കർത്താവ് ഉയർത്തിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥ. കർത്താവ് ഉയർത്ത എന്തിനാണെന്നറിയാവോ? എന്നെ നിങ്ങളെ പാപത്തിൽ നിന്ന് ജയിപ്പിക്കാനാണോ അല്ലയോ? ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത പിന്നെ ഞാൻ വായിച്ചു, പല വചനങ്ങളിലൂടെ വെളിപ്പെടുത്തി തന്നു. എന്നാൽ യേശു നമ്മളിൽ വെച്ച് നമ്മളിൽ വസിച്ച് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ വഴി നടത്തുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാണിച്ചിരിക്കുന്നു. എന്തോന്നറിയ ദൈവപുത്രന്റെ വെളിപ്പാട്? ഈ ജഡശരീരവും കൂടെ വീണ്ടെടുത്ത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോ തന്നെ തേജസ്സിന്റെ സുവിശേഷം എന്റെ ഹൃദയത്തിൽ വിളങ്ങി, എന്റെ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്നെ രക്തം കൊണ്ടെടുത്ത് വീണ്ടെടുത്ത് പരിശുദ്ധാത്മാവിനെ തന്ന് ഈ തേജസ്സിന്റെ സുവിശേഷം എന്നാന്നറിയോ? ഇനി പാപം ചെയ്യാതെ നീതിയിൽ ജീവിച്ച ഈ ലോകത്തിൽ തേജസ്സിന്റെ സുവിശേഷം എന്നിൽ വിളങ്ങി ഞാൻ ക്രിസ്തുവിനെ പോലെ അനുരൂപപ്പെടണം. ഹല്ലേലൂയ. പിന്നീട് മനസ്സിലായി, പൗരത്വം സ്വർഗത്തിലാന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഈ ലെവലിൽ ജീവിച്ച ദൈവഭക്തന്മാരുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോ തന്നെ ഈ ലെവല് പ്രാപിച്ചവരാണ് അനേകര്. ഹാനോക്ക് എടുക്കപ്പെട്ടത്, ഏലിയാവ് എടുക്കപ്പെട്ടത്, സ്റ്റെഫാനോസിനെ കല്ലെറിയുമ്പോഴും സൂര്യനെ പോലെ എങ്ങനെയാ നമ്മളാണ് എറിയുമ്പം നമ്മൾ വാടിപ്പോവും. എന്തുകൊണ്ടാ? ഈ തേജസ് പ്രാപിച്ച് ശരീരം പുതിയതായ മനുഷ്യനായതുകൊണ്ടാണ് സ്റ്റെഫാനോസ് കല്ലെറിഞ്ഞിട്ടും തേജസ് സൂര്യനെ പോലെ തിളങ്ങിയത്. എന്നാൽ ഇവിടെ ഞാൻ വീണ്ടും വായിച്ചു, ഇത് പ്രാപിക്കുന്നവർക്ക് രണ്ടാം മരണമില്ല. ഹല്ലേലൂയ. രണ്ടാം മരണം ഇല്ല. ഹല്ലേലൂയ. ഈ വ്യക്തി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിൽ ജീവിക്കും. എന്നെ പറഞ്ഞാലും ഫീൽ ചെയ്യാത്ത ഒരു ലെവലിലേക്ക് നമ്മളെ കയറ്റും. ആ ലെവലിൽ കയറണമെങ്കിൽ പ്രാർത്ഥിക്കണം ദൈവസന്നിധിയിൽ. അങ്ങനെ പ്രാപിക്കുന്ന വ്യക്തി പാപത്തിൽ നിന്ന് വെളിയിൽ വരുന്നു. ഹല്ലേലൂയ. അങ്ങനെ വന്ന് ഈ തേജസ്സിന്റെ സുവിശേഷം പ്രാപിച്ച് ജീവിക്കുമ്പോൾ വചനം പറയുന്നു, അവരുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവ് വസിച്ച് റെവലേഷനിൽ പറയുന്നത് പോലെ, വെളിപ്പാട് പുസ്തകത്തിൽ എന്നാ പറയുന്നത്? വായിക്കാം വേഗത്തിൽ, ഒരു മിനിറ്റ്. വെളിപ്പാടിൽ പറയുന്നു, ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ഹല്ലേലൂയ. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഈ സുവിശേഷം കേൾക്കുമ്പം അകത്തിരുന്ന് ദുഷ്ടം പറയും, പിന്നെ ഇങ്ങനൊന്നും നടക്കത്തില്ല എന്ന് പറയുമ്പോൾ അപ്പോസ്തലൻ പറയും, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം നശിച്ചു പോകുന്നവർക്ക് ഇത് മറഞ്ഞിരിക്കും. അവർക്ക് വലിയ താല്പര്യമില്ല. കാരണം ഇങ്ങനെ പാപമൊക്കെ ചെയ്തു പോകേണ്ടതുകൊണ്ട് ഇതിനോട് വലിയ താല്പര്യമില്ല. എന്നാൽ കർത്താവ് വചനം പറയുക, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവ അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കി. കർത്താവെ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കും. ഇന്ന് ഞങ്ങൾക്കിത് ഗ്രഹിക്കുവാൻ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഈ സുവിശേഷത്തിന്റെ യഥാർത്ഥ ട്രൂത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് കേട്ട ജനത്തെ വെളിപ്പെടുത്തി കൊടുക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.